ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് സീരീസ് ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ ചിരട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിരട്ടേനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ നൈഫ് വെച്ച് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒന്നും വീഴാത്തത്. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വീണോളൂ കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ സാൻഡ് പേപ്പർ കൊണ്ടും കൂടെ ഒന്ന് ഉരച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് ഒരു ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ നൈഫ് വെച്ച് ഉരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ചിരട്ട ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പെയിന്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ചിരട്ടയിൽ പെയിന്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ചിരട്ട ഒന്ന് വെള്ളത്തിൽ മുക്കി എടുത്തതിന് ശേഷം പെയിന്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇത് നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 റെഡും അതുപോലെ തന്നെ ഒരു സ്കിൻ കളറുമാണ് നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇതാണ് സ്കിൻ കളറിന് ഫാബ്രിക് പെയിന്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളറാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ കളർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യെല്ലോയും വൈറ്റും കൂടെ സെയിം ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് റെഡ് പിഞ്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്കിൻ കളർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിവിടെ 2 റെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കിൻ കളർ ആണ് നമ്മൾ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഈ റെഡ് എടുത്തത് ഈ 3 ഇത് ഇങ്ങനെ വരുന്നില്ലേ, അതാണ് നമ്മൾ 2 റെഡും എടുത്തിട്ടുള്ളത് കണ്ടോ. പക്ഷേ ഇതെടുത്തിട്ടുള്ളത് ഈ ഒരു ഇതിന്റെ ബാക്കി വരില്ലേ, ആ ഒരു ഭാഗത്താണ് നമ്മൾ സ്കിൻ കളർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുക. ഇനിയിപ്പോൾ 3ഉം ഒരേപോലത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 റെഡുകൾ തമ്മിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് എവിടെയാണെന്നൊന്ന് വെച്ച് നോക്കിയതാണ്. ചിരട്ടയായതുകൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തെ ഷേപ്പുകളൊക്കെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ട് ഏതാ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്, ഇല്ലെങ്കിൽ ഫെവിബോണ്ട് ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാം. കുറച്ച് ടൈം എടുക്കും ഉണങ്ങാനെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു ചിരട്ടയുടെ മുകളിൽ ഒരു ചിരട്ട ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം വലിയ ചിരട്ടയാണെങ്കിൽ വലിയ ചിരട്ട ആദ്യം വെച്ചിട്ട് ചെറുത് മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം, എന്നാലാണ് അത് ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് എല്ലാ ഭാഗവും ടച്ചായി നിൽക്കുന്ന ഒരു ഭാഗം ഫ്രണ്ടിൽ വരുന്ന വിധത്തിൽ നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ. ഇനി നമ്മൾ അതേപോലെ തന്നെ നമ്മൾ സ്കിൻ കളർ കൊടുത്തെടുത്ത ചിരട്ടയും നമ്മൾ സെയിം പോലെ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ ഗൺ തന്നെ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന ചിരട്ടയിൽ ഗ്ലൂ ഗൺ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ എന്നാലാണ് നമുക്കത് എവിടെയാണ് ഒട്ടുക എന്നുള്ളത് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഇതും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ച് അതും കൂടെ ഒട്ടിച്ച് ഈ ഒരു 3 ചിരട്ടയും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിന് നമ്മളൊരു വൂളാണ് എടുക്കുന്നത്. നമ്മൾ വൈറ്റ് കളർ വൂളുണ്ടല്ലോ, അതെടുത്ത് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ഒരു 15 ടൈംസ് ഒക്കെ ചുറ്റാം, 15-20 ചുറ്റാം കേട്ടോ. എന്നിട്ട് അത് ഇതിൽ നിന്ന് നമ്മളിതാ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഓക്കെ, സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്തതിന് ശേഷം 2 ഇങ്ങനെ ലൂപ്പ് പോലെ വരുമല്ലോ, ആ ഭാഗങ്ങളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോംബ് എടുത്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും ഇത് കോംബ് ചെയ്ത് വരാനായിട്ട്. പക്ഷേ കോംബ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി വൂളിന് പകരമായിട്ട് നമുക്ക് കോട്ടൺ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ പഞ്ഞി ഉണ്ടല്ലോ, അതായാലും യൂസ് ചെയ്താൽ മതി. പക്ഷേ ഈ വൂള് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് അതിനൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ജസ്റ്റ് 2 സൈഡും കൂടെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്നും കൂടെ എവിടെയെങ്കിലുമൊക്കെ വൂള് ഓപ്പൺ ആവാത്തുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേ റൗണ്ട് പോലെ ഒന്ന് വരുത്തിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു പോം ഒക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പോം പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതാണ് ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോമിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി ഇത് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് പഞ്ഞി ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ കുറച്ചുകൂടെ വലിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൽ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. അത് നമുക്ക് 15-20 ടൈംസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു മീശ താടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. 2 സൈഡും സെൻറ്റർ നന്നായിട്ട് പിടിച്ച് നല്ല ഉറപ്പിച്ച് കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കോംബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൂളിങ്ങനെ ഊരി പോരും കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി ചുറ്റി കെട്ടി കൊടുക്കുക.
അതിനുശേഷം ദാ രണ്ട് സൈഡുകളും ആ ലൂപ്പ് പോലെ നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ പോം ചെയ്യാൻ എടുത്തതിനേക്കാളും നീളം വേണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതാ കോംബ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കണം. ഇത് എത്രത്തോളം കോംബ് ചെയ്ത് വൂളൊക്കെ ഓപ്പൺ ആവുന്നോ അത്രയും ഭംഗി കൂടി വരും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരു 4 പീസ് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്ലോത്താണ്. ഞാനിപ്പോൾ ഇതൊരു വെൽവെറ്റ് ക്ലോത്താണ് എടുത്തത്. നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കൊറിയൻ വെൽവെറ്റ് എന്ന് പറയും, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് നോർമൽ തുണി എടുക്കാം, അതും അല്ലെങ്കിൽ പേപ്പർ എടുക്കാം കേട്ടോ. റെഡ് കളർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ പേപ്പറിൽ കളർ ചെയ്തെടുത്താലും മതി. ഇനി ഇതെടുത്തിട്ട് നമ്മൾ തുണിയുടെ നല്ല സൈഡിലാണ് ഗ്ലൂ ഇട്ട് കൊടുക്കുന്നത്. ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ തിരിച്ചൊന്ന് വെക്കുകയാണ് കേട്ടോ. ഒട്ടിക്കാൻ കാണാൻ സുഖത്തിന് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഗ്ലൂവിന് പകരമായിട്ട് ഇതുപോലെ നമുക്ക് തുന്നി കൊടുത്താലും മതി, തുണിയാണെങ്കിൽ തുന്നി കൊടുത്താലും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിനെ ഇൻസൈഡ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ അത് നല്ല ഭാഗം ഉള്ളിലാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ്, നല്ല സൈഡ് പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റിക്ക് ചെയ്തതൊന്നും കാണാതെ നല്ലൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. തുന്നുകയാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. പേപ്പർ ആണെങ്കിൽ ജസ്റ്റ് കോൺ പോലെ ആക്കിയതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. തുണിയാണെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇനി അതൊന്ന് ജസ്റ്റ് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, അത് നല്ല പോയിൻറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഇത് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോയിൻറ്റഡ് ആയിട്ട് ഇതിങ്ങനെ പുറത്തോട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ നമ്മളിതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഒന്ന് ഷേപ്പും കൂടെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വൈറ്റ് ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഞാനിത് ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് പീസ് എടുത്തിട്ട് അതും നമ്മളൊന്ന് മടക്കി ഒട്ടിക്കുകയാണ്. കണ്ടോ, മടക്കി ഒന്ന് സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ അത് രണ്ട് സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമായിട്ട് മടക്ക് വരാൻ വേണ്ടിയിട്ടും മറ്റേ ഭാഗം നല്ല ഭംഗിയായി ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണിന് പകരമായിട്ട് ഫെവിക്കോൾ ഇട്ടിട്ടായാലും ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ റെഡ് പേപ്പറാണ് എടുക്കുന്നതെങ്കിൽ വൈറ്റ് പേപ്പർ എടുത്താൽ മതി. ഇനി നമ്മൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇടയിൽ എക്സ്ട്രാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ രണ്ട് റിബണും കൂടെ മടക്കി ഒട്ടിക്കുകയല്ലേ, അപ്പോൾ അതിങ്ങനെ ഒരെണ്ണം വലുതും ചെറുതുമായി നിന്നാൽ അത് അൺഈവനായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തിരിച്ചൊട്ടിക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വൂൾ വെച്ച് ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. നമുക്ക് തുന്നുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് തുന്നി കൊടുക്കാം, നമ്മൾ കോണാക്കുന്നതിന് മുന്നായിട്ട്. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ അത് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഗ്ലൂ കൊണ്ട് ചെയ്യുകയാണെങ്കിലും ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അത് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫുൾ റൗണ്ടിൽ ഗ്ലൂ ഇട്ടിട്ട് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആ ഒരു ക്യാപ്പും എപ്പോഴും കണ്ടിട്ടില്ല, ഒരു വൈറ്റ് പീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു വൈറ്റ് പീസിൻ്റെ എഫക്റ്റ് കിട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ പേപ്പർ യൂസ് ചെയ്യാം, നോർമൽ തുണിയാണെങ്കിൽ നോർമൽ തുണി യൂസ് ചെയ്യാം. നമ്മളൊരു ചെറിയൊരു കൊറിയൻ വെൽവെറ്റിൻ്റെ തുണിയും അതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്തും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഫുള്ള് റൗണ്ട് നമ്മൾ ഒട്ടിച്ച് എടുക്കുക. ഈ എൻ്റെ ഭാഗം വരുമ്പോൾ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഒട്ടിക്കേണ്ടി വരും. രണ്ട് ഭാഗം ഒട്ടിക്കുക, എക്സസൈഡിൽ അത് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു പോംപോം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് നമുക്കൊന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പോംപോം ഇതുപോലെ വെച്ച് ഒട്ടിച്ചിട്ട് ഒട്ടിക്കഴിയുമ്പോൾ നമ്മളൊന്ന് അതിങ്ങനെ എല്ലാ ഭാഗത്തോട്ടും വരുന്ന വിധത്തിൽ പോംപോം അല്ലേ, അതിനൊന്ന് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ ആയിക്കോളും. അപ്പോൾ അത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ നമ്മൾ ഗ്ലൂ ഇട്ടു, നമ്മുടെ ആ ക്യാപ്പിൻ്റെ താഴെ ഗ്ലൂ ഇട്ടിട്ട് അത് ഇങ്ങനെ മുകളിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് വായയുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ജസ്റ്റ് ഒരു ഷേപ്പ് ഇങ്ങനെ റൗണ്ടിലോ സ്ക്വയറിലോ ഹാഫ് സർക്കിളോ എങ്ങനെയായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എവിടെയാണോ ഫേസ് വരേണ്ടത് തോന്നുന്നത് അവിടെ നമ്മൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വൂള് ചെയ്തെടുത്തില്ലേ അത് എടുക്കുകയാണ്. വൂള് കോംബ് ചെയ്തെടുത്തത് എടുക്കുകയാണ് കേട്ടോ. വൂളിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ കളയരുത്, ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വൂള് ചെയ്തെടുക്കുമ്പോൾ വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ ഇങ്ങനെ വൂളിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ളതില്ലേ അതെടുക്കുകയാണ്. അതെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒരല്പം ഗ്ലൂ നമ്മുടെ കയ്യിലിട്ടിട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതല്ലെങ്കിൽ കോട്ടൺ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ആക്കി വെച്ചിട്ട് ഇതിനതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ,
ഇനി ഒരു പീസും കൂടെ നമ്മൾ എടുത്തിട്ട് എന്താ വെച്ചാൽ എക്സസ് ആയിട്ടുള്ളത് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. മറച്ച് വെക്കാം, പക്ഷെ അത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അങ്ങനെ. ഇനി അവിടെ ഒരു റെഡിന് ഒരു ഗ്യാപ്പ് ഇട്ട് റെഡ് കളർ ഇട്ടിട്ട് പിന്നെ അടുത്ത ഒരെണ്ണം കൂടെ ഒട്ടിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ബാക്കിലോട്ട് ആ വൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിൽ ബാക്കിലോട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ആ വൂളിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. ഈ വൂള് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ശരിക്കും ഒരു കോട്ടൺ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ വൂളിൻ്റെത്. നിങ്ങൾക്ക് ഇത് കോംബോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഭംഗിയും ഉണ്ടാവും, കൂടുതൽ ഒരു ഷൈനിങ് ഒക്കെ ഉണ്ടാവും വൂളിന് ഷൈനിങ് ഉണ്ടെങ്കിലേ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഒട്ടിക്കുകയാണ്. ഫുൾ റൗണ്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ രണ്ട് ചിരട്ടകളും തമ്മിലുള്ള ആ ഒരു ഇത് വരുന്നില്ലേ, ജോയിൻറ്റ് വരുന്നില്ല, അവിടെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടിട്ടുണ്ടാവും സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡ്രസ്സിൽ ഫുള്ളായിട്ട് അടിഭാഗത്ത് വൈറ്റ് ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് നമ്മൾ വരുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കോട്ടൺ മാത്രം വെച്ചിട്ട് വൂളിന് പകരം ഫുള്ള് കോട്ടൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ വൂളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ മടക്കി വെച്ച് നമ്മുടെ ഈ ഒരു വൂളെടുത്തു. എന്നിട്ട് അതിന് ഇതുപോലെ ഇങ്ങനെ പിടിക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഹാഫ് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുകയാണ് ഈ വീഡിയോയിൽ കാണുന്ന വിധത്തിൽ. എന്നിട്ട് കുറച്ച് ഗ്ലൂ ഇട്ടതിന് ശേഷം ഈ റെഡ് കുറച്ച് കാണുന്ന വിധത്തിൽ ഈ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മളുടെ താടിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു താടിയുടെ എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇങ്ങോട്ട് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഗ്ലൂ ഇട്ടതിന് ശേഷം ആ ഒരു വൂള് വീണ്ടും എടുത്തിട്ട് അതവിടെ ഇങ്ങനെ പരത്തി പിടിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം 3 എണ്ണം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 എണ്ണം ഉണ്ടാക്കാൻ പറയുന്നത് ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മളിത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് അത് കുറച്ചും കൂടെ നീളം ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പിടിച്ച് ഇതിന് മുകളിൽ നമ്മൾ മീശ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നിങ്ങനെ ഗ്ലൂ ഇട്ട് കൊടുക്കുക, ആ റെഡിൻ്റെ മുകൾ ഭാഗത്ത്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ പിടിച്ച് അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനൊരു കണ്ണ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്കെച്ച് പെൻ വെച്ചിട്ടാണ് കണ്ണ് വരച്ചു കൊടുക്കുന്നത്. സ്കെച്ച് പെൻ ഇല്ലെങ്കിൽ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളൊരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. മാർക്കർ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് നോർമൽ സ്കെച്ച് പെന്നാണ് കേട്ടോ. ഓവൽ ഷേപ്പിൽ വരച്ചിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ കൊടുത്തെടുത്തു. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ക്യാപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വൂള് ഇങ്ങനെ ആക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പഞ്ഞി പോലെ വന്നിട്ടുള്ളതാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ ചെയ്യാണ്. കുറച്ച് ഗ്ലൂ കയ്യിൽ ഒത്തിരി ഗ്ലൂ ഇട്ടിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരല്പം ഗ്ലൂ മതി കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആ ഒരു ഫോം ആയിട്ടുള്ള എഫക്റ്റ് ഇല്ലാതായി പോകും. അപ്പോൾ ഒരല്പം ഗ്ലൂ മാത്രം ഇടുക. എന്നിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കുക. അപ്പോൾ അതൊരു ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ടൊന്നും ഒതുങ്ങി നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ക്യാപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ക്യാപ്പിൽ ആ ഒരു മടക്ക് വീണില്ല, അവിടെ ഒട്ടിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പുരികം ചെയ്ത് കൊടുക്കാം. അപ്പം അതിനായിട്ട് വൈറ്റ് കളറിൽ ഒരു പേപ്പർ എടുത്തിട്ട് മടക്കിയിട്ട് ഞാനൊരു പുരികത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വരച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് വരച്ചു കൊടുത്താലും മതി. 2 പീസ് എടുത്തിട്ട് അതവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ആ വൂള് തന്നെ എടുത്തിട്ട് കുറച്ച് ഗ്ലൂവിൽ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു സ്കിൻ കളർ കുറച്ച് കയ്യിലെടുത്തിട്ട് ആ വൂള് വീണ്ടും ആ സ്കിൻ കളറിൽ ഇങ്ങനെ ആക്കിയെടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പോൾ അത് എല്ലായിടത്തും ആയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കളറിലും കൂടെ അങ്ങനെ കൊടുത്തത്. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തത് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വൂളിൽ നിന്നുള്ള വേസ്റ്റാണ്, നമ്മൾ ആ മെഷീൻ താടി വയ്ക്കാനുള്ള വേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അത് മൂക്ക് പോലെ അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ താഴെ വരുന്ന ഭാഗത്ത് നമ്മൾ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് കുറച്ച് തിക്കായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. ലെഗുകൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ കൊടുക്കുന്നത്. കുറച്ചും കൂടെ വീതിക്ക് കൊടുക്കാം. എന്നിട്ട് ഈ ബ്ലാക്കിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തോട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ വൂളിങ്ങനെ ഗ്ലൂ വെച്ച് ഇങ്ങനെ നീട്ടിയെടുത്തില്ലേ, അതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാണ്. അത് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, 2 സൈഡിൽ ഒട്ടിച്ച് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ നമ്മുടെ ചിരട്ടയുടെ എന്തെങ്കിലും അൺഈവൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറി നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ താടിയൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മെഷീൻ താടിയൊക്കെ എന്തെങ്കിലും എക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, എങ്ങനെ പെർഫെക്ഷൻ ആണോ എന്നൊക്കെ ഉള്ളതിൽ നമുക്കൊന്ന്
ഇങ്ങനെ ഒന്ന് എക്സസ് ആയിട്ട് നിൽക്കുന്നത് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മുടെ മീശയുടെ ഒരു ഷേപ്പൊക്കെ ഒന്ന് വരുത്തിയെടുക്കാം. അതൊന്ന് പിടിച്ചാൽ മതി. നമ്മൾ ഗ്ലൂ കയ്യിലെടുത്തിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു പെർഫെക്ഷൻ കിട്ടും. ഇനി നമ്മൾ ഷൂ പോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിലോട്ട് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ അതും സ്കെച്ച് പെൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷൂ ആണല്ലോ, അപ്പോൾ ബ്ലാക്ക് കളർ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുകയാണ്. 2 പീസസ് സെയിം ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് പേപ്പർ ചുരുട്ടി നമ്മുടെ ഷൂ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ താഴെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാൻഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു എന്താ പറയുക, ഒരുപാട് ഭംഗിയെന്നല്ല, പക്ഷെ ചിരട്ട വെച്ച് ചെയ്തതിൻ്റെ ആ ഒരു ലുക്ക് ചിരട്ട കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.